റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ കൂടുതൽ കർശനമാക്കാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറെടുക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നൽകിയ സൂചനയാണിത്. ന്യൂയോർക്കിലെ US ഓപ്പണിംഗ് പുറപ്പെടുന്നതിന് മുമ്പ് വൈറ്റ് ഹൗസിന് പുറത്തുവെച്ച് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ട്രംപ്. റഷ്യക്കെതിരെ അടുത്ത ഘട്ട ഉപരോധങ്ങൾക്കായി നിങ്ങൾ തയ്യാറാണോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അതെ, ഞാൻ തയ്യാറാണ് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇത് ഭാവിയിൽ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഞെരുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുമോ എന്ന ചോദ്യത്തിനും ട്രംപ് നൽകിയത് അതെ എന്ന മറുപടി തന്നെയാണ്. ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു നീക്കമാണ്. ഇന്ത്യയുമായി നല്ല ബന്ധം തുടരുമെന്ന് ട്രംപ് മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തർ റഷ്യൻ എണ്ണ ഇടപാടുകളുടെ പേരിൽ ഇന്ത്യക്ക് ഭീഷണി നൽകിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തണമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ നിലപാടിനെ ട്രംപ് പരസ്യമായി പിന്തുണയ്ക്കുന്നതും ഇതിനോട് യോജിക്കുന്നതും കാണാം. ഉപരോധങ്ങളിലൂടെ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിലൂടെ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്ന് US ട്രഷറി സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയിരുന്നു. സെക്കൻഡറി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെയും പ്രത്യേക വ്യാപാര താരിഫുകൾ ചുമത്തുന്നതിലൂടെയും റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമാധാന ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിൽ ട്രംപ് അതൃപ്തനാണ്. റഷ്യൻ യുക്രൈൻ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് മധ്യസ്ഥത വഹിക്കുന്നതിൽ എത്രത്തോളം ഇടപെടണമെന്ന് അദ്ദേഹം ആലോചിക്കുകയാണെന്നും CNN നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. സാമ്പത്തിക, വ്യാപാര, സാങ്കേതിക മേഖലകളിലെല്ലാം ഈ ഉപരോധങ്ങൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചത്. റഷ്യൻ കേന്ദ്ര ബാങ്കിന്റെ ആസ്തികൾ മരവിപ്പിക്കുക, പ്രമുഖ റഷ്യൻ ബാങ്കുകളിലെ സ്വിഫ്റ്റ് ഒഴിവാക്കുക, എണ്ണ ഇറക്കുമതിക്ക് പരിധി നിശ്ചയിക്കുക, റഷ്യൻ വ്യവസായ പ്രമുഖർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും യാത്രാവിലക്ക് ഏർപ്പെടുത്തുക തുടങ്ങിയ നീക്കങ്ങൾ ഇതിന്റെ ഭാഗമായിരുന്നു. എന്നാൽ റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചുവരവ് ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തി. ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് റഷ്യ ഈ പ്രതിസന്ധികളെ മറികടന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുമായുള്ള എണ്ണ വ്യാപാരം റഷ്യയുടെ വരുമാനം വർദ്ധിപ്പിച്ചു. യുദ്ധത്തിന് മുൻപ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഒരു ചെറിയ ശതമാനം മാത്രമായിരുന്നു റഷ്യ. എന്നാൽ ഇപ്പോൾ റഷ്യ ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാരായി മാറിയിരിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു. റഷ്യൻ എണ്ണയ്ക്ക് പരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെയും G7 രാജ്യങ്ങളുടെയും നയം ഫലപ്രദമല്ലാതാക്കാൻ ഇത് കാരണമായി. പുതിയ ഘട്ട ഉപരോധങ്ങളിൽ ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് റഷ്യയുമായി ഇപ്പോഴും വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങളെയാകാം, പ്രത്യേകിച്ചും റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ. ഈ രാജ്യങ്ങൾക്ക് മേൽ സെക്കൻഡറി സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താനാണ് സാധ്യത. ഇത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിലെ ബാങ്കുകൾക്കും സ്ഥാപനങ്ങൾക്കും മേൽ അമേരിക്കൻ ഉപരോധങ്ങൾ ചുമത്താനും ഇടയാക്കും. ഇത് ആ രാജ്യങ്ങളിലെ സാമ്പത്തിക ഇടപാടുകളെയും അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനങ്ങളെയും സാരമായി ബാധിക്കും. ഉദാഹരണത്തിന്, റഷ്യൻ എണ്ണയ്ക്ക് പണം നൽകുന്ന ഒരു ബാങ്കിനെ അമേരിക്കൻ ധനകാര്യ സ്ഥാപനങ്ങളുമായി ഇടപാടുകൾ നടത്തുന്നതിൽ നിന്ന് വിലക്കിയേക്കാം. ഇത് ലോക വ്യാപാരത്തിൽ നിന്ന് ഈ രാജ്യങ്ങളെ ഒറ്റപ്പെടുത്താൻ കാരണമാകും. ഇതുകൂടാതെ പ്രത്യേക വ്യാപാര താരിഫുകൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചും ട്രംപ് സൂചന നൽകി. ഇത് റഷ്യൻ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് എണ്ണയും മറ്റ് അസംസ്കൃത വസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അധിക നികുതി ചുമത്തുന്നതിന് തുല്യമാണ്. ഇത് ആ രാജ്യങ്ങളിലെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ വില നൽകേണ്ടി വരും. അതുവഴി റഷ്യൻ ഉൽപ്പന്നങ്ങളോടുള്ള താല്പര്യം കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു. ട്രംപിന്റെ ഈ നിലപാടുകൾ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ നില മെച്ചപ്പെടുത്താനുള്ള ഒരു നീക്കമായും വിലയിരുത്തപ്പെടുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഭിന്നമാണ്. ചിലർ യുക്രൈനിൽ നിന്ന് കൂടുതൽ സാമ്പത്തിക സഹായം നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മറ്റു ചിലർ അമേരിക്ക ഈ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് വാദിക്കുന്നു. ട്രംപിന്റെ ഈ നിലപാട് അദ്ദേഹത്തിന്റെ വോട്ടർമാരെ തൃപ്തിപ്പെടുത്താനും ഒരു ശക്തനായ നേതാവിന്റെ പ്രതിച്ഛായ നിലനിർത്താനും സഹായിക്കും. ട്രംപിന്റെ ഈ നീക്കം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും തൃപ്തിപ്പെടുത്തും. സെലൻസ്കി നേരത്തെ തന്നെ റഷ്യയുമായി വ്യാപാരം ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കും മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. റഷ്യൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ സമ്മർദ്ദത്തിലാണെന്നും റഷ്യയുമായി വ്യാപാരം ചെയ്യുന്ന രാജ്യങ്ങളും സമ്മർദ്ദത്തിലാണെന്നും അത് തുടരുമെന്നും സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു. സെക്കൻഡറി ഉപരോധങ്ങളും പ്രത്യേക വ്യാപാര താരിഫുകളും ഇതിന് സഹായമാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ട്രംപിന്റെ പുതിയ നിലപാടുകൾ സെലൻസ്കിയുടെ ആവശ്യങ്ങളുമായി യോജിച്ചു പോകുന്നുവെന്ന് ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ പുതിയ നീക്കങ്ങൾ ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ ഒരു പക്ഷത്തും ചേരാതെ സമാധാന ചർച്ചകളെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം ശക്തിപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് റഷ്യയുമായുള്ള വ്യാപാരം തുടരുക എന്നത് ഇന്ത്യക്ക് എളുപ്പമുള്ള കാര്യമായിരിക്കില്ല.
അമേരിക്കയുടെ ഉപരോധങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അമേരിക്കയുടെ ഈ നീക്കത്തെ നേരിടാൻ ഇന്ത്യക്ക് ചില വഴികളുണ്ട്. റഷ്യയുമായി രൂപ അല്ലെങ്കിൽ റൂബിൾ വ്യാപാര സംവിധാനം ശക്തിപ്പെടുത്തുക, അമേരിക്കയുടെ ഉപരോധങ്ങൾ മറികടക്കാൻ മറ്റ് വ്യാപാര പങ്കാളികളെ കണ്ടെത്തുക എന്നിവ ഇതിൽ പെടുന്നതാണ്. കൂടാതെ ചൈന, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ ആഗോള സാമ്പത്തിക രംഗത്തെ ഒറ്റപ്പെടൽ ഒഴിവാക്കാനും ഇന്ത്യക്ക് സാധിക്കും. റഷ്യക്കെതിരെ അടുത്ത ഘട്ട ഉപരോധങ്ങൾക്ക് തയ്യാറാണെന്ന് ഡൊണാൾഡ് ട്രംപ് നൽകിയ സൂചന ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം. റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കാൻ ലക്ഷ്യമിടുന്ന ഈ നീക്കം റഷ്യയുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളെ നേരിട്ട് ബാധിക്കും. സമാധാന ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതും ട്രംപിന്റെ ആഭ്യന്തര രാഷ്ട്രീയ താൽപര്യങ്ങളും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നു. ഈ നീക്കത്തിനെതിരെ ഇന്ത്യ എന്ത് നിലപാടെടുക്കുമെന്നും അത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആഗോള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ ട്രംപിന്റെ ഈ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടാകും.